ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ്. മണ്ണും വളവും ഒന്നുമില്ലാതെ വെള്ളവും ന്യൂസ് പേപ്പറും മാത്രം വെച്ചിട്ട് വീടിനകത്ത് വെച്ച് 7 ദിവസം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇല വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് പയർ, കടല, ഉലുവ ഇതെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് മുളച്ച് വന്നിട്ടില്ല. ഇതിപ്പോൾ കടലയാണ്, ഉലുവ. ഇത്രയും 12 ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. ഇനി ഇത് നടാനായിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കളയാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. ഞാൻ അതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തതാണിത്. പൊട്ടിയ പാത്രങ്ങളൊക്കെ മതിയാകും. ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളോ എന്തായാലും മതിയാകും. അകത്ത് അല്പം വിസ്താരമുള്ള പാത്രങ്ങളായിരിക്കും നല്ലത്. ഇതുപോലുള്ള പാത്രങ്ങളിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഒരു 5-6 ലെയർ കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ന്യൂസ് പേപ്പറിന് പകരം ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല, ഏതായാലും മതി. ഞാനിപ്പോൾ 6-7 ലെയർ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പാത്രത്തിലും ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പേപ്പർ ഒന്ന് നനച്ചു കൊടുക്കാം. ഞാനിത് നനയ്ക്കാനായിട്ട് ഈ കുപ്പിയുടെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കൂടിക്കിടക്കാതെ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ പയർ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. കടലയാണിത്. കടല മാത്രം ഞാനിപ്പോൾ നട്ടപ്പോൾ നന്നായിട്ട് വന്നിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇത് നടുന്നത്. ആദ്യത്തെ പ്രാവശ്യം നട്ടപ്പോൾ കടലയും നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, കടല നന്നായിട്ട് പൊടിച്ച് വന്നിട്ടില്ല. ഞാൻ എല്ലാ പാത്രത്തിലും ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഉലുവയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു 2-3 ലെയർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ദിവസം മാത്രം ഇതുപോലെ മുകളിൽ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് മുളച്ച് വരാനായിട്ട് ഒരു നനവിനായിട്ടാണ് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നനച്ചു കൊടുക്കുന്നത്. മുളപ്പിച്ചിട്ടാണ് നടുന്നതെങ്കിൽ ഇതുപോലെ പേപ്പർ വയ്ക്കണ്ട. ഇനി ഇതിലും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനച്ച് വെക്കാം. പിറ്റേ ദിവസം ഈ പേപ്പർ എടുത്ത് മാറ്റണം. പയറെല്ലാം നന്നായിട്ട് മുളച്ച് വന്ന ശേഷം പേപ്പർ എടുത്ത് മാറ്റിക്കളയാം. മുകളിലിരിക്കുന്ന പേപ്പർ എടുത്ത് മാറ്റണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ദിവസവും നനച്ചു കൊടുക്കണം. 2 പ്രാവശ്യം എന്തായാലും നനയ്ക്കണം. 3 പ്രാവശ്യം നനച്ചാൽ നന്നായിരിക്കും. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണിത്. ഇതൊന്ന് നന്നായിട്ട് മുളച്ച് വന്ന് ചിലതൊക്കെ ഒന്ന് പൊടിച്ച് വന്നിട്ടുണ്ട്. 2 പയറും നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. 3ാമത്തെ ദിവസമായപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഉലുവയും എല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട്. ഉലുവ വേണമെങ്കിൽ നമുക്ക് കറിക്ക് ഉപയോഗിക്കാതെ ഉണക്കിയിട്ട് കസൂരി മേത്തിയായിട്ടും ഉപയോഗിക്കാം. ഇല ഉണക്കിയെടുത്താൽ മതി. ഉലുവയാണിത്. എല്ലാം നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം എന്തായാലും നനച്ചു കൊടുക്കണം. അതൊരിക്കലും ഒഴിവാക്കരുത്. അതിന് കിട്ടുന്നത് വെള്ളം മാത്രമാണ്. ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഞാൻ ആദ്യത്തെ ദിവസം അടുക്കളയിൽ വർക്ക് ഏരിയയിലാണ് വെച്ചിരുന്നത്. കുറച്ചുകൂടി വെളിച്ചം കിട്ടാനായിട്ട് ഞാനെടുത്ത് ബാൽക്കണിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ ദിവസമായപ്പോൾ നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്.
നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് എടുത്തത്. ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം ഞാനിത് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 പാത്രത്തിലുള്ളത് മാത്രമാണ് എടുത്ത് ആദ്യത്തെ ദിവസം കറി വെച്ചത്. കടല മാത്രം ഇതുപോലെ ആയതേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കടല ഇപ്പോൾ പൊടിച്ച് വന്നില്ല. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പറിലൊക്കെ നടുവാണെങ്കിൽ അതിൻ്റെ വേര് വരെ കറി വയ്ക്കാനായിട്ട് നല്ലതാണ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു കറിയാണിത്. ഒരു ഇലക്കറി ആയിരിക്കും ഇത്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ്. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്ന് തന്നെയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനിപ്പോൾ 2 പാത്രത്തിലുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഇലകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇലകൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് തോരനായിട്ട് വയ്ക്കാം. ഒന്ന് ഇല വേകാനായിട്ട് വെക്കാം. നമ്മൾ ചീരയെക്കാട്ടും കുറച്ചുകൂടെ ഒരു വേഗമുണ്ട് ഇതിന്. തണ്ടൊക്കെ നമ്മൾ അരിഞ്ഞിട്ടത് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ അരപ്പിൽ കിടന്ന് തന്നെ അത് വെന്തോളും. വെള്ളം ഒന്നും ഒഴിക്കണ്ട. കുറച്ച് സമയം അടച്ചു വെച്ച ശേഷം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള പോഷക ഗുണങ്ങൾ